നമ്മൾ തിരിച്ച് ഇപ്പോൾ ഹോട്ടലിലെത്തി. ഇനി ഒരു ചെറിയ കുളി പാസ്സാക്കിയിട്ട് നമ്മളൊരു മസാജിന് പോകുന്നു. ബോഡി ഫുള്ള് നേരം വണ്ടിയിലിരുന്നു, നല്ല ട്രാവലായിരുന്നു, ആകെ വേദന തുടങ്ങി. അപ്പോൾ അതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് കണ്ടെത്തി. അവിടെ പോയി എന്താണ് പരിപാടി എന്നൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ റൂമിൽ ചെന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ പ്ലാൻ മാറ്റി. ഇവിടെ ഒരു മാമി കിട്ടണ കടയുണ്ട്. അപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഈ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരുപാട് വലിയ ലൈനൊക്കെ ആൾക്കാരൊന്നും മുറിക്കാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അന്ന് പിന്നെ ഇത് ട്രൈ ചെയ്യണമല്ലോ. ഓക്കെ, നമുക്ക് മാമി കിട്ടി. നല്ല അടിപൊളിയാണ്. ഹെവി ആണല്ലേ? നല്ല ഹെവിയാണ്. നോർമലി നമ്മൾ ഇവിടെ വന്നിട്ട് കഴിച്ച മാമി ഇത് മാത്രമാണ് തരാറ്. അത് ഇതിനുള്ളിൽ അധികം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത്. ഇവിടേക്ക് അതിൻ്റെ ഒപ്പം അവർ എക്സ്ട്രാ കുക്കുംബറും എക്സ്ട്രാ മറ്റേ സാലഡും തന്നിട്ടുണ്ട്. പപ്പായയും ക്യാരറ്റും സാലഡാണത്. ഇതും തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഉണ്ട്. ഇതാ ഫുള്ള് മീറ്റാണ് ഇവർ വെച്ചിട്ടുള്ളത്. വേറെ ഇതില് ഒരു അതിനകത്തൊക്കെ നമ്മൾ ലോഡ് ചെയ്യണം. പക്ഷെ ഇത് ഓൾറെഡി ഹെവിയാണ്. ഓക്കെ എന്നാ മസ്റ്റ് ട്രൈ ബാമിയാണ് ഈ കട. അടിപൊളിയാണ്. ഓക്കെ, അപ്പം നമ്മളൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്കാണല്ലേ. ഞാൻ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് റോഡിൻ്റെ സൈഡിൽ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇട്ടിട്ടുണ്ടെന്നാ. പക്ഷെ ഇതങ്ങനെയല്ലേ അല്ല. ഇവിടെ ഇരിക്കാൻ ആൾക്കാർക്കുള്ള സ്ഥലം, പിന്നെ ഇവിടെ ഷോപ്പൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ്. അടിപൊളി. ഇതെന്നാന്ന് പറ. അത് ഇതിന്ന് തുടങ്ങാം. ഇത് മറ്റേ സോസ് ആണ് കേട്ടോ. എന്താണ് മാംഗോ സ്റ്റിക്കി റൈസ്. നമ്മുടെ ആഹാനകൃഷ്ണ ഭയങ്കര ഫേമസ് ആക്കിയത്. അപ്പൊ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തായ്ലൻഡിലൊക്കെ എപ്പോ പോയി കഴിക്കാനാന്ന് വിചാരിച്ചത്. അപ്പൊ ഈ സാധനം ഇവിടെ തായ് ഫുഡിന്റെ ഇരിക്കണം. ട്രൈ ചെയ്തതാ.